അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 1 അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 1 യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. മത്തായി എഴുതിയ സുവിശേഷം 7 അധ്യായം 7 ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 9 എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 11 കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 16 ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. എബ്രായർ 10 അധ്യായം 36 എല്ലാ നല്ല നന്മകളും നിന്റേതത്രേ, സ്വർഗത്തിൽ നിന്നെത്തിയിടുന്ന ദാനമത്രേ. യാക്കോബിന്റെ ലേഖനം 1 അധ്യായം 17 ചിലർ നനയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസക്കില്ലിനിയും. 2 പത്രോസ് 3 അധ്യായം 9 നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് കർത്തൻ കാണുന്നല്ലോ. വെളിപ്പാടിന്റെ പുസ്തകം 2 അധ്യായം 4 ലോകവും അതിലുള്ള മോഹങ്ങളും നശ്വരമാം സൗഭാഗ്യവും ഒരു നാൾ മാഞ്ഞിടും. 1 യോഹന്നാൻ 2 അധ്യായം 17 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നീല വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനേ. വെളിപ്പാടിന്റെ പുസ്തകം 1 അധ്യായം 6 ദൈവൻ തൻ വിശുദ്ധന്മാരിൻ കണ്ണുനീരെല്ലാം നീക്കിയേകും നിത്യജീവൻ എന്നേക്കുമായി. വെളിപ്പാടിന്റെ പുസ്തകം 7 അധ്യായം 17 അവൻ ആൽഫാ ഓമേഗ, അവനാദ്യൻ അന്ത്യൻ. വെളിപ്പാടിന്റെ പുസ്തകം 21 അധ്യായം 6 കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനേ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 7 പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ?
2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 56-ാം വാക്യം.